46 സെന്ററുകളിൽ ആണ് ഇപ്പോഴും വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സെന്ററുകളിലെ വോട്ടിംഗ് ടേബിളുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾക്ക് ലഭിക്കുന്ന ഇൻപുട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഡേറ്റയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഡേറ്റകളെക്കാൾ വളരെ വേഗത്തിൽ ഉള്ള അപ്ഡേറ്റ് ആയി തന്നെ കണക്കാക്കാം. ഏറ്റവും ആധികാരികമായ കണക്കുകളാണ് മഞ്ജുഷ് നമ്മൾ ഇപ്പോഴും നൽകുന്നത്. ഇതാ 170ലേക്ക് വീണ്ടും ഓരോ നിമിഷവും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതാണ് 170. ഓരോ റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോഴും ചെറിയ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്നാലും വലിയ മാറ്റങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോഴും 168നും 172നും ഇടയ്ക്ക് സീറ്റുകൾ എപ്പോഴും NDAക്ക് ഇപ്പോൾ മുഴുവൻ സീറ്റുകളിലെയും ലീഡ് നില അറിയാൻ കഴിയുമ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെയുണ്ട്. ഇപ്പോൾ 171ലേക്ക് ലീഡ് ഉയർന്നിരിക്കുകയാണ്. 171-68. ജൻ സുരാജ് പാർട്ടിക്ക് ഒരു സീറ്റിൽ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 സീറ്റുകളിൽ മറ്റുള്ളവരാണ്. അത് ഒവൈസിയുടെ പാർട്ടിക്ക് ലീഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ക് വന്നത്. പക്ഷേ MGBയിൽ ഒന്നും, മഹാസഖ്യത്തിൽ ഒന്നും ശുഭകരമല്ല. അവിടെ RJDക്ക് മാത്രമാണ് കഴിഞ്ഞ തവണത്തെ അത്രയും വന്നില്ല എങ്കിൽ പോലും ഒരു മെച്ചപ്പെട്ട വലിയ നഷ്ടമാണ് എങ്കിൽ പോലും അല്പമെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് തകർന്നടിയുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇടത് പാർട്ടികളുടെ നിലയും. ഇപ്പോൾ 5 സീറ്റുകളിൽ മാത്രമേ ഇടത് പാർട്ടികൾക്ക് ലീഡുള്ളൂ. കഴിഞ്ഞ തവണ 16 സീറ്റുകൾ 3 പാർട്ടികളും ചേർന്ന് നേടിയ സ്ഥാനത്ത് ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചിട്ട് പോലും അവർക്ക് നില മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് പിന്നോക്കം പോയി. എടുത്തു പറയേണ്ടത് CPIക്ക് ഇപ്പോൾ ഒരു സീറ്റിലും ലീഡില്ല എന്നതാണ്. അവിടെ CPMനേക്കാൾ ശക്തർ CPI ആണ്. അതിനേക്കാൾ ശക്തരാണ് CPI-ML. 20 സീറ്റുകളിൽ CPI-ML മത്സരിച്ചിരുന്നു. അവിടെയാണ് വെറും 4 സീറ്റുകളിൽ മാത്രം ലീഡ്. കഴിഞ്ഞ തവണ 12 സീറ്റുകൾ നേടിയ പാർട്ടിയാണ് CPI-ML. അവിടെയാണ് 4 സീറ്റ്. CPI ഒരു സീറ്റിലുമില്ല. അതായത് മഹാഗഠബന്ധനിലെ സഖ്യകക്ഷികളിൽ ഒരു പാർട്ടിക്ക് പോലും 2020നേക്കാൾ ഒരു സീറ്റ് പോലും അധികമായി നേടാൻ സാധിക്കുന്നില്ല. അതാണ് മഹാഗഠബന്ധൻ ആധികാരികമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അവർ NDAയിലായിരുന്നപ്പോൾ അവർക്ക് സീറ്റ് കിട്ടിയതാണ്. 4 സീറ്റുകൾ അവർക്ക് കിട്ടിയതാണ് കഴിഞ്ഞ തവണ. ഇത്തവണ അവർ ഇവിടെ മഹാസഖ്യത്തിന്റെ കൂടെ എത്തിയപ്പോൾ അവർക്ക് ഒരു സീറ്റിൽ പോലും ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. BJP ഇപ്പോഴും 73 സീറ്റുകളിൽ ലീഡ്. JDU 74 സീറ്റുകളിൽ ലീഡ്. അതായത് രണ്ടുപേരും കൃത്യം ഒരേ രീതിയിലുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. കഴിഞ്ഞ തവണത്തെ ഇരട്ടി നേട്ടമുണ്ടാക്കുവാൻ ഏകദേശം ഉണ്ടാക്കുവാൻ JDUവിന് കഴിഞ്ഞപ്പോൾ BJP കഴിഞ്ഞ തവണത്തെ അതേ പ്രകടനം, അത്രയും സീറ്റുകളിൽ മത്സരിച്ചില്ല എങ്കിൽ പോലും അത്രയും സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞു. NDA ഇപ്പോൾ 172ലേക്ക് ഉയർന്നു. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 51 സീറ്റുകളുടെ നേട്ടം. JDUവിനാണ് ഏറ്റവും വലിയ നേട്ടം, 31 സീറ്റുകളുടെ നേട്ടം. BJP കഴിഞ്ഞ തവണത്തേക്കാൾ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ ഒരു സീറ്റിന്റെ കുറവാണ്. കഴിഞ്ഞ തവണ 74 അത് 73ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. നഷ്ടമാണ് BJPക്ക് ഒരു സീറ്റിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്. പക്ഷേ JDUവിന് വൻ നേട്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 74 സീറ്റുകളിലേക്ക് ഉയരുന്നു എന്ന് പറയുമ്പോൾ 43 സീറ്റുകളിൽ നിന്നാണ് ആ വലിയ വളർച്ച അവർക്ക് കിട്ടിയിരിക്കുന്നത്. മഹാസഖ്യം 66, JSP ഒരു സീറ്റിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. രാകേഷ് മാജിക് വാളിലേക്ക് പോകാം. ഓരോ മേഖല തിരിച്ച് എങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും അല്ലേ, ഭോജ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും NDAക്ക് വലിയ ലീഡ് വന്നിട്ടുണ്ട് അല്ലേ? അതോ അവിടെ ഇന്ത്യ സഖ്യത്തിന് മെച്ചപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആദ്യം മഞ്ജുഷ്, 2 ഘട്ടങ്ങളായി വോട്ടെടുപ്പ്, ആ മേഖല തിരിച്ച് ആദ്യം പരിശോധിക്കാം. 2 ഘട്ടങ്ങളായുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ പോലും വ്യക്തമായ ആധിപത്യം ഏതായാലും NDAക്കുണ്ട്. കാരണം ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് 121 മണ്ഡലങ്ങളാണ്. 121 മണ്ഡലങ്ങളിലെ കണക്കെടുക്കുമ്പോൾ കൃത്യമായ ആധിപത്യം NDAക്കുണ്ട്. അതായത് 89 സീറ്റിലാണ് NDA സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അത് 34 സീറ്റുകളുടെ വർധനവാണ്. ഇന്ത്യ സഖ്യത്തിന് 31 സീറ്റുകളിൽ മാത്രമേ ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. 34 സീറ്റ് അവർക്ക് കുറയുകയാണ്. മറ്റുള്ളവർ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഇതാണ് കണക്കുകൾ. അതായത് കഴിഞ്ഞ തവണ പ്രത്യേകിച്ച് ഈ കാണുന്ന പട്ന അടക്കമുള്ള മേഖലകളിൽ, മഗധ അടക്കമുള്ള മേഖലകളൊക്കെ തന്നെ വലിയ മുന്നേറ്റം നടത്താൻ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു, മഹാസഖ്യത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അതല്ല, NDA തിരിച്ചു വരുന്നതാണ്. പ്രത്യേകിച്ച് ആ പാർട്ടി സഖ്യത്തിൽ തന്നെ JDU വലിയ രീതിയിൽ തിരിച്ചു വരുന്നതാണ് കാണുന്നത്. അതാണ് NDA 89 സീറ്റുകളിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന 121 മണ്ഡലങ്ങളിൽ NDA 89 സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ കാരണം ഇന്ത്യ സഖ്യം 31 എന്ന കണക്കിൽ നിൽക്കുകയാണ്. വളരെ മോശം പ്രകടനമാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഒന്നാം ഘട്ടം. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴും കാര്യങ്ങൾ വലിയ വ്യത്യസ്തമല്ല. അതായത് അവിടെയും തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുന്നത്. കാരണം ഇതാണ് കണക്കുകൾ. 122 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടിയത്. ബീഹാറിൽ നമുക്ക് ഈ മാജിക് വാൾ മാപ്പ് കാണാം. സീമാഞ്ചൽ മുതൽ ഏതാണ്ട് മഗധിന്റെ ഒരു പ്രദേശം ഉൾപ്പെടെ, ഭോജ്പൂരിന്റെ ഒരു ചെറിയ മേഖല ഉൾപ്പെടെ, ഇങ്ങനെ ബീഹാറിനെ ചുറ്റിക്കൊണ്ടുള്ള ഒരു മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. അതിലും NDAയുടെ ആധിപത്യം പ്രകടനമാണ്. 85 സീറ്റുകളിൽ
NDA സ്ഥാനാർത്ഥികൾ 86 കണക്ക് മാറുന്നു, ലീഡ് ചെയ്യുന്നു. ഇന്ത്യ സഖ്യം 34 സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മറ്റുള്ളവർ 2. JSPക്ക് ഈ മേഖലയിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം നടത്തുകയാണ്. അതിൽ തന്നെ മേഖല തിരിച്ച് മഞ്ജു സൂചിപ്പിച്ച പോലെ തന്നെ മേഖല തിരിച്ച് കണക്കുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും ആധിപത്യം NDA സഖ്യത്തിന് ഉണ്ട്. പ്രത്യേകിച്ച് ബാഗൽപൂർ മേഖല നോക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യ സഖ്യം തകർന്നടിയുന്നു. അതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 27 സീറ്റിൽ 23 NDA മുന്നിട്ട് നിൽക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന് 4 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതാണ് ബാഗൽപൂർ മേഖലയിൽ നിന്നുള്ള കണക്കുകൾ. ഇനി ഭോജ്പൂർ മേഖലയിലേക്ക് വരുമ്പോഴും അവിടെയും സമാനമായ പ്രകടനം തന്നെ നടക്കുന്നു. NDA വലിയ മുന്നേറ്റമായ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 29 സീറ്റുകളിലാണ് അവർ ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അവർക്ക് 18 സീറ്റുകൾ അധികമായി ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇന്ത്യ സഖ്യം കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയ മേഖലയാണ് ഭോജ്പൂർ. അവിടെ 20 സീറ്റുകളുടെ കുറവാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിട്ടുള്ളത്. 14 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ 3 സീറ്റുകളും ഭോജ്പൂർ മേഖലയിൽ ലീഡ് ചെയ്യുന്നു. സീമാഞ്ചലിലേക്ക് വരുമ്പോൾ സീമാഞ്ചൽ കഴിഞ്ഞ തവണ ഒരു അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച്. സീമാഞ്ചലിലേക്ക് വരുമ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 37 സീറ്റുകൾ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതിൽ NDA സഖ്യത്തിനാണ് 28 സീറ്റ്, ഇന്ത്യ സഖ്യം 8 എന്ന നിലയിൽ നിൽക്കുകയാണ്, മറ്റുള്ളവർ 1. ഇതാണ് സീമാഞ്ചലിലെ സാഹചര്യം. ഇനി മിഥിലയിലേക്ക് വരുമ്പോഴും കാര്യങ്ങൾ വലിയ വ്യത്യസ്തമല്ല. മിഥിലയിൽ RJDക്കൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള മേഖലയാണ് മിഥില. അവിടെ 26 സീറ്റുകൾ NDA ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 4 സീറ്റുകളുടെ വർധന. ഇന്ത്യ സഖ്യം 11 എന്ന നമ്പറിൽ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു തിരിച്ചടി ഇന്ത്യ സഖ്യത്തിനുണ്ടായിരിക്കുന്നു. അത് പാർട്ടികളുടെ പ്രകടനത്തിലും കാണാം. കാരണം RJD കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു RJD. ആ RJDക്ക് പോലും ഇത്തവണ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. NDA ഏതായാലും 174 എന്ന നമ്പറിൽ ഒരു വ്യക്തമായ ആധിപത്യം ഈ ഘട്ടത്തിൽ ഏതാണ്ട് 2.5 മണിക്കൂറിനോട് അടുക്കുമ്പോൾ, വോട്ടെണ്ണൽ ആരംഭിച്ച് 2.5 മണിക്കൂറിനോട് അടുക്കുമ്പോൾ NDA വ്യക്തമായ ആധിപത്യം തുടരുകയാണ്. 174 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഇന്ത്യ സഖ്യം 65 എന്ന നമ്പറിൽ നിൽക്കുകയാണ്. വലിയ ലീഡ് എന്ന് പറയുമ്പോൾ 170 കടന്ന് 174 വരെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഓരോ മിനിറ്റിലും ലീഡ് നിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. ഈസി ട്രെൻഡ് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ ട്രെൻഡ് അനുസരിച്ച് ഹാഫ് വേ മാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞു NDA സഖ്യം എന്നുള്ളതാണ്. അവിടെയും ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് പതുക്കെയാണ് അതിന്റെ അപ്ലോഡിംഗ് നടക്കുന്നത്. എങ്കിൽ പോലും അവിടെയും കൃത്യമായ ലീഡ് NDA സഖ്യത്തിനുണ്ട്. ബൂത്ത് തലത്തിൽ നിന്നുള്ള കൃത്യമായ ഓരോ റൗണ്ടിലെ വിവരങ്ങൾ അനുസരിച്ചും 173 പെട്ടെന്ന് ഒരു സീറ്റിലേക്ക് മാറിയപ്പോഴാണ് 173 സീറ്റുകളിൽ NDAയുടെ ലീഡ്. അതേസമയം വെറും 67 സീറ്റുകളിലേക്ക് താണിരിക്കുകയാണ്. NDA കുതിക്കുന്നു, അതേസമയം മഹാഗഠബന്ധൻ കിതയ്ക്കുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാനില്ല. പക്ഷേ അപ്പോഴും ചില നേട്ടങ്ങൾ, അതായത് ചില ആശ്വാസങ്ങൾ RJD ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് തേജസ്വി യാദവ് രാഘവ്പൂരിൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ലാലു പ്രസാദിന്റെ തട്ടകമാണ്. റാബറി ദേവി അടക്കം അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് ലാലു പ്രസാദ് ഭരണത്തെ നിയന്ത്രിച്ച തട്ടകമാണ്. ഞെട്ടിക്കുന്ന തരത്തിൽ റാബറി ദേവിയെ BJP സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയ ചരിത്രവുമുണ്ട്. അവിടെ ഇപ്പോഴും വളരെ കൃത്യമായി തേജസ്വി യാദവ് പടയോട്ടം തുടരുക തന്നെ എന്നത് RJD സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഒപ്പം താരാപൂർ മണ്ഡലത്തിൽ സാമ്രാജ് ചൗധരിയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 1780 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥിയുടെ ലീഡ്. മൈഥിലി ഠാക്കൂർ അവിടുത്തെ അറിയപ്പെടുന്ന ഗായിക കൂടിയാണ്. BJPയുടെ വനിതാ മുഖം എന്ന നിലയിലൊക്കെ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റമായാണ് ഇപ്പോൾ മൈഥിലി ഠാക്കൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അലിനഗറിൽ മൈഥിലി ഠാക്കൂറിന്റെ മുന്നേറ്റമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള വിജയ് കുമാർ സിൻഹയും മുന്നിട്ട് നിൽക്കുന്നു. ക്ഷമിക്കണം, വിജയ് കുമാർ സിൻഹ പിന്നിലാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. 79 വോട്ടുകൾക്ക് വിജയ് കുമാർ സിൻഹ ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് തേജ് പ്രതാപ് യാദവ്, ലാലു കുടുംബവുമായി പിരിഞ്ഞ് പോയ തേജ് പ്രതാപ് യാദവ് വലിയ തോതിൽ പിന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ 2855 വോട്ടുകൾക്കാണ് തേജ് പ്രതാപ് യാദവ് പിന്നിൽ നിൽക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. JDU സ്ഥാനാർത്ഥിയായിട്ടുള്ള അനന്ത് സിംഗ് 700 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന സാഹചര്യം ആണ് ഉള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ തവണ CPI-ML 12 സീറ്റുകളിൽ വിജയക്കൊടി പാറിച്ചിരുന്നുവെങ്കിൽ അതിപ്പോൾ 3 എന്നതിലേക്ക് ചുരുങ്ങുമ്പോൾ ഏറ്റവും ML 5 എന്ന നിലയിലേക്ക് നേരിയ തോതിൽ ഉയർച്ച രേഖപ്പെടുത്തുമ്പോൾ പോലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ധനഞ്ജയ്, CPI-MLന്റെ സ്ഥാനാർത്ഥി 800-ലധികം വോട്ടുകൾക്ക് പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജേഷ് റാം
പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ പ്രമുഖരായ സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കുമ്പോഴും BJP സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തേജസ്വി യാദവ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പ്രമുഖർ എല്ലാവരും തന്നെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം NDA സഖ്യം വലിയ കുതിപ്പ് തുടരുകയാണ്. 170 അധികം സീറ്റുകളിൽ ആണ് NDA സഖ്യം മുന്നേറുന്നത് എന്ന് പറയുമ്പോൾ അത് 3-2 മെജോറിറ്റി എന്ന 3-2 ഭൂരിപക്ഷം എന്ന വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തുന്നത്. മാത്രവുമല്ല കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഇരു സഖ്യങ്ങളും തമ്മിൽ നടത്തിയതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല സാഹചര്യം എന്നുള്ളതാണ്. വലിയ മേൽക്കൈ അധികാരത്തിലിരുന്നു കൊണ്ട് NDA സഖ്യത്തിന് നടത്താൻ സാധിക്കുന്നു. ഒരു തരത്തിലുമുള്ള വിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്ന് വേണം ഈ ട്രെൻഡിൽ നിന്ന് മനസ്സിലാക്കാൻ. വികാരം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അത് വിഘടിച്ചു പോയി എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം ഈ JSP ഒക്കെ സമാഹരിച്ചിരിക്കുന്നത് ഭരണവിരുദ്ധ വികാര വോട്ടുകളാണോ എന്ന് പോലും വരേണ്ടി വരും. ഈ ബീഹാറിന്റെ ചരിത്രത്തിൽ എപ്പോഴും ഉള്ളത് അഴിമതി ആരോപണങ്ങളുടെ കൂമ്പാരമായിരുന്നു എന്നതാണ്. ലാലു പ്രസാദ് യാദവിന് നേരെ അടക്കം ഉയർന്നു വന്നിരുന്ന നിരവധിയായ അഴിമതി ആരോപണം അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ, അതായത് കഴിഞ്ഞ 5 വർഷം അഴിമതി കുറവായിരുന്നു എന്ന ഒരു പൊതു നിരീക്ഷണം കൂടി വോട്ടർമാർക്ക് ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് ഈ ക്ഷേമ പദ്ധതികൾ കൊണ്ട് മറികടക്കാൻ വളരെ കൃത്യമായി നിതീഷ് കുമാറിന് സാധിച്ചു. അത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴായിരുന്നു അത്തരം നീക്കങ്ങൾ എന്നതും എടുത്തു പറയേണ്ടതാണ്. നിരവധി അടിസ്ഥാന സൗകര്യ മേഖലയിലടക്കം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നത് എടുത്തു പറയണം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും BJP ഊന്നിയത് ലാലു പ്രസാദ് യാദവിന്റെ കാലഘട്ടത്തിലെ ജംഗിൾ രാജുമായി ബന്ധപ്പെട്ടാണ്. ജംഗിൾ രാജിന് തിരിച്ചു വരണമോ, ആ ഭരണം തിരിച്ചു വരണമോ, അതോ ഇപ്പോഴത്തെ വികസിത് ബീഹാർ എന്നുള്ള കാര്യം തുടരണോ എന്നുള്ള കാര്യം മുന്നോട്ട് വെക്കുകയും ഒപ്പം വനിതകൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ നേരത്തെ മദ്യനിരോധനം പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു തരംഗമുണ്ടാക്കാൻ സാധിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം ഇത്തവണ കൂടിയത്. ഈ പോളിംഗ് ശതമാനം എടുത്തു നോക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം കൂടുന്നു, ആകെ പോളിംഗ് ശതമാനം കൂടുന്നു, വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണം ഉണ്ടാകുന്നു. ഇതെല്ലാം NDAക്ക് അനുകൂലമായി വരികയും അപ്പോഴാണ് പതിവ് പല്ലവി ഇപ്പോൾ ആവർത്തിക്കുകയാണ്. SIR-ൽ പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രതിരോധം തീർക്കുക കോൺഗ്രസ് എന്നതിന് യാതൊരു സംശയവുമില്ല. അതാണ് ആദ്യ പ്രതികരണമായി കോൺഗ്രസിന്റെ വന്നിരിക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ഈ വിജയത്തിന്, NDAയുടെ വിജയത്തിന് കാരണം എന്നുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു കോൺഗ്രസ്. RJD ഇനിയും വെയിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പറയുമ്പോൾ കോൺഗ്രസ് പറയുന്നത് SIR ഇന്ത്യ സഖ്യത്തിന് തോൽവി സമ്മാനിച്ചിരിക്കുന്നു, അതേസമയം NDAയുടെ വൻ വിജയത്തിന് കാരണമായിരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണമായി വന്നിരിക്കുന്നത്. വോട്ട് ചോരി ഇനിയും ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരും രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് SIR കോൺഗ്രസ് വിട്ടിട്ടില്ല എന്നതിന് കൂടി ഉദാഹരണമാണത്. ഇന്ത്യ ഇപ്പോൾ 66 സീറ്റായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. മഹാഗഡ്ബന്ധൻ 66, NDA 173, നിരൂപാധികം ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്ന പ്രതികരണം തന്നെയാണ് നമുക്ക് 170 സീറ്റുകളാണ് 3-2 ഭൂരിപക്ഷം. അതിനും അപ്പുറം കടന്നിരിക്കുകയാണ്. ഇപ്പോൾ 170 അപ്പുറം 173 വരെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഏതാണ്ട് 160 മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ അത് 3-2 കഴിഞ്ഞു. കാരണം 243 സീറ്റുകൾ ആണ് ഉള്ളത്. 122 ആണ് മെജോറിറ്റിക്ക് വേണ്ടത്, ഭൂരിപക്ഷത്തിന് വേണ്ടത്. അത് 160 മുകളിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 3-2 എന്ന നിലയിലേക്ക് എത്തുന്ന സാഹചര്യം കൂടി ആണ് ഉണ്ടാകുന്നത്. അവിടെയാണ് കൃത്യമായ ഒരു മേൽക്കൈയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അറിയേണ്ടത് ഈ പറയുന്നത് പോലെ സാധാരണ നിലയും മഞ്ജുഷ ഈ വോട്ട് നില കൂടുമ്പോൾ അല്ലെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജ് കൂടുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരത്തിന് എതിരായ വോട്ടായിരിക്കും. ആളുകൾ നിലവിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതാണ് എന്നുള്ളതാണ് പൊതുവായ ഒരു നിരീക്ഷണമായി വരാറുള്ളത്. പക്ഷേ ബീഹാറിൽ അതല്ല സംഭവിച്ചത്. സ്ത്രീ വോട്ടർമാർ അധികമായി എത്തിയിരുന്നു. ഒന്നാം ഘട്ടത്തിൽ 121 മണ്ഡലങ്ങളിലായിരുന്നു അധികാരത്തെ നിർണ്ണയിക്കുന്ന പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയത്. അവിടെ തന്നെ 64% വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗിലേക്ക് ബീഹാർ എത്തിയിരുന്നു. അത് എന്തിന്റെ സൂചന എന്ന് രണ്ട് മുന്നണികൾക്കും ആദ്യഘട്ടത്തിൽ വിലയിരുത്താൻ സാധിച്ചിരുന്നില്ല. കാരണം ഇത് ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണോ, അതുകൊണ്ടാണോ സ്ത്രീ വോട്ടർമാർ അധികമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്, അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന് NDA ഭയപ്പെട്ടിരുന്നു. തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു നിരീക്ഷണം മഹാസഖ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വോട്ടർമാരുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചു. 67% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. അവിടെയും സ്ത്രീകളാണ്. ഏതാണ്ട് 4 ലക്ഷത്തോളം സ്ത്രീകൾ
രണ്ടാം ഘട്ടത്തിൽ മാത്രം 2020 താരതമ്യം ചെയ്യുമ്പോൾ അധികമായി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ആ വോട്ടർമാർ ബീഹാറിൽ മറ്റൊരു കാര്യമുണ്ട്. ബീഹാറിൽ വോട്ട് ചെയ്യുമ്പോൾ അത് ഗ്രാമീണ ഇന്ത്യയുടെ വോട്ട് എന്ന രീതിയിലാണ് പറയുന്നത്. കാരണം അത്രമാത്രം ഈ പറയുന്ന 243 മണ്ഡലങ്ങളിൽ മൊത്തം വിലയിരുത്തുകയാണെങ്കിൽ ഏതാണ്ട് 223 മണ്ഡലങ്ങളും ഗ്രാമീണ വോട്ടർമാരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രാമീണ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ ബീഹാറിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പിന്തുണ NDAക്ക് കിട്ടി എന്നുള്ളതാണ്. അവരെ കയ്യിലെടുക്കുവാൻ വേണ്ടിയുള്ള തന്ത്രപരമായ കാര്യങ്ങൾ പദ്ധതി ആവിഷ്കരണത്തിൽ, അതായത് ഭരണവിരുദ്ധ വികാരം അത് എതിരായിട്ട് വരാതിരിക്കാനുള്ള പദ്ധതികൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തു. മാത്രമല്ല എതിർവശത്ത് മുന്നണിയിൽ പാർട്ടികൾ തമ്മിലുള്ള പടലപ്പിണക്കം ഉണ്ടായിരുന്നു. അതൊരു കെട്ടുറപ്പിനെ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു കാണുകയും ചെയ്യാം. മറുവശത്ത് LJP തന്നെ ഒരു ഉദാഹരണമാണ്. ലോക് ജനശക്തി പാർട്ടിയെ ഏത് രീതിയിലാണ് BJP ഉപയോഗപ്പെടുത്തിയത് എന്നാണ്. 28 സീറ്റുകളിൽ മത്സരിച്ച ആ പാർട്ടി ഇപ്പോൾ തന്നെ 20 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് ആണ്. നരേന്ദ്രമോദിയാണ് എന്റെ നേതാവ് എന്ന് പറയുന്നയാളാണ് ചിരാഗ് പാസ്വാൻ. അപ്പോൾ അദ്ദേഹത്തെ അതിന് വേണ്ട രീതിയിൽ LJPയെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തുവാനും JDUവുമായുള്ള അസ്വാരസ്യം, അതിപ്പോൾ കുറച്ച് അസ്വാരസ്യം ഉണ്ടായാലും കുഴപ്പമില്ല അല്ലേ, അത് LJPക്ക് കുഴപ്പമുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ പോലും BJP എടുത്തിരുന്നു. അങ്ങനെയാണ് 20 സീറ്റുകൾ എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല. സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ വലിയ നേട്ടം LJPക്ക്, ചിരാഗ് പാസ്വാന് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പാർട്ടികളും ശക്തരായി തന്നെ നിന്നു. അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്തു NDAയിൽ. പക്ഷേ മറിച്ച് അങ്ങനെ ആയിരുന്നില്ല. അതായത് NDAയുടെ ഭാഗമായവർക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം എന്ന് വേണം നമുക്ക് ഈ പട്ടിക ഇപ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ.